ഹലോ എവരി വൺ. സോ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ആണ്. അത് മാത്രമല്ല ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ചാപ്റ്റർ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇക്വേഷൻസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാൽ വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. സോ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് മക്കളെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. സോ വാട്ട് ഇസ് ഫ്രെയിം ഓഫ് റെഫറൻസ്? ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു കോർഡിനേറ്റ് സിസ്റ്റം ആണല്ലേ. നമ്മൾ നോർമലി പറയുന്ന സമയത്ത് XYZ ആക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ കൺസിഡർ ചെയ്യുക. ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആക്കി വെക്കുക. അതായത് നമ്മളൊരു ബോഡിയെ ഒബ്സർവ് ചെയ്യുന്നത് എവിടെ നിന്നാണോ ആ സ്ഥലത്ത് വിളിക്കുന്നവരാണ് അതിന്റെ ഫ്രെയിം ഓഫ് റെഫറൻസ്. സിമ്പിൾ ആസ് ദാറ്റ്. നമ്മളൊരു ബോഡിയെ ഒബ്സർവ് ചെയ്യുന്നത് എവിടെ നിന്നാണോ ആ ഫ്രെയിമിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുക ഫ്രെയിം ഓഫ് റെഫറൻസ് വിളിക്കുക. രണ്ടാമത് നമ്മൾ ഈ ചാപ്റ്റർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ രണ്ടാമത് പറയുന്ന കാര്യം എന്താ? ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. സോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് പറയുന്ന സമയത്ത് ഒന്ന് ആക്ച്വൽ പാത്ത് ട്രാവേഴ്സ്ഡ് ആണ്, ഒന്ന് ആക്ച്വൽ പാത്ത് ട്രാവേഴ്സ്ഡ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താ? ഷോർട്ടസ്റ്റ് പാത്താണ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. അപ്പോൾ ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്ത് മുന്നോട്ടേ കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം. അത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. സോ രണ്ടാമത് നമ്മൾ പറയാണ് ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഡിസ്പ്ലേസ്മെന്റും ടൈമും നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു ബോഡി റെസ്റ്റിലാണ്. ഒരു ബോഡിയുടെ റെസ്റ്റ് ഇതാണ് അതിൻ്റെ പൊസിഷൻ എക്സ്, അതേപോലെ ടൈം ഇതാണ് വിചാരിക്കുക. അപ്പോൾ ഒരു ബോഡിയുടെ റെസ്റ്റിലാന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് എന്താ? അയാളുടെ പൊസിഷൻ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? മാറാൻ വേണ്ടി പാടില്ല. അതായത് ഒരു ബോഡി ഇതാ എക്സ് ആക്സിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഒരൊറ്റ ആക്സിൽ മാത്രമാണ് ബോഡി മൂവ് ചെയ്യുന്നത്. സോ ഇത് ഒറിജിൻ ആണെന്ന് വിചാരിക്കുക. സോ ഒരു ബോഡി ഇതാ ഇവിടെ നിന്നിതാ ഒന്നെങ്കിൽ ഈ ബോഡി നേരെ മുന്നോട്ടേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബോഡി നേരെ ഓപ്പോസിറ്റ് മൂവ് ചെയ്യാം. ഇനി Y ആക്സിസ് ആണെങ്കിൽ നേരെ മുകളിലേക്ക് പോവാം, നേരെ താഴത്തേക്ക് വരാം. ഇനി Z ആക്സിസ് ആണെങ്കിൽ നേരെ അകത്തേക്ക് പോവാം, നേരെ പുറത്തേക്ക് വരാം എന്നുള്ള മീനിങ്. അപ്പോൾ ഞാൻ പറയുകയാണ് ഒരു ബോഡി ഇവിടെയാണ് നിൽക്കുന്നത്, ഒരു ബോഡി ഇവിടെ നിൽക്കുന്നുണ്ട്. ആ ബോഡി ഞാൻ എത്ര സമയമായിട്ടും ആ ബോഡി എന്ത് ചെയ്യുന്നില്ല, അയാളുടെ പൊസിഷൻ മാറുന്നില്ലെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ? ആ ബോഡി റെസ്റ്റിലാന്നുള്ള മീനിങ് ആണ്. ഒരു ബോഡി റെസ്റ്റിലാണ് എന്ന് പറയുന്ന മീനിങ് എന്താ? അത് അതിൻ്റെ സമയത്തിനനുസരിച്ച് സറൗണ്ടിങ്ങിനനുസരിച്ച് അയാളുടെ പൊസിഷൻ മാറുന്നില്ല എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് സമയം മാറുന്നുണ്ടെങ്കിൽ കൂടി ഇയാളുടെ പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, മാറുന്നുണ്ടാവില്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരച്ചാൽ ഗ്രാഫ് വിൽ ബി ഈ ഷേപ്പ് ആയിരിക്കും, ഗ്രാഫിന്റെ ഷേപ്പ് ഇതായിരിക്കും. രണ്ടാമത് നമ്മൾ പറയുന്നത് സ്പീഡാണ്. സ്പീഡും വെലോസിറ്റിയും. എന്താണ് സ്പീഡ്, എന്താണ് വെലോസിറ്റി? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അത് ഡിസ്റ്റൻസ്, ക്യാപിറ്റൽ ഡി റെപ്രസെന്റ് ഡിസ്റ്റൻസ്, സ്മോൾ ഡി റെപ്രസെന്റ് ഡിസ്പ്ലേസ്മെന്റ്. അതേപോലെ നമ്മൾ നേരെ അതിലേക്ക് അടുക്കുക ആവറേജ് സ്പീഡാണ്. വാട്ട് ഈസ് ആവറേജ് സ്പീഡ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. എന്താണ് ആവറേജ് വെലോസിറ്റി? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ നമ്മുടെ ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി ആണ് രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക ആവറേജ് സ്പീഡാണ്. ഈ ആവറേജ് സ്പീഡിന്റെ രണ്ട് കേസുകൾ നമുക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ആവറേജ് സ്പീഡിന്റെ രണ്ട് കേസുകൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. ഏതൊക്കെയാ? അതായത് ഒരു ബോഡി എന്ന് ബിയിലേക്ക് പോകുന്നു, ബിന്ന് സിയിലേക്ക് പോകുന്നു. എന്ന് ബിയിലേക്ക് പോകുന്ന ദൂരം എസ് ആണ്, ബിന്ന് സിയിലേക്ക് പോകുന്ന ദൂരം എസ് ആണ്. ഒരു ബോഡി ഈക്വൽ ഡിസ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ 10 കിലോമീറ്റർ ഒരു ബോഡി പോകുന്ന സ്പീഡ് 100 km/h, അടുത്ത 10 കിലോമീറ്റർ ആ ബോഡി പോകുന്ന സ്പീഡ് 200 km/h ആണെങ്കിൽ അതിൻ്റെ ആവറേജ് സ്പീഡ് ചോദിച്ചാൽ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് പോലെ തന്നെ ഈക്വൽ ഡിസ്റ്റൻസ്, ഒരു രണ്ട് ബോഡീസ് ഈക്വൽ ഡിസ്റ്റൻസ് ഡിഫറൻറ്റ് സ്പീഡിലാണ് കവർ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 2v1v2 ഡിവൈഡ് ബൈ v1 + v2 ആണ്. എപ്പോഴും ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 2v1v2 ഡിവൈഡ് ബൈ v1 + v2. അതേപോലെ തന്നെ ഒരു ബോഡി എന്ന് ബിയിലേക്ക് പോകുന്നു, ബിന്ന് സിയിലേക്ക് പോകുന്നു. എന്ന് ബിയിലേക്ക് പോയിരിക്കുന്ന സ്പീഡ് v1 ആണ്, ബിന്ന് സിയിലേക്ക് പോയിരിക്കുന്ന സ്പീഡ് v2 ആണ്. എന്ന് ബിയിലേക്ക് പോകാൻ എടുത്തിരിക്കുന്ന സമയം t ആണ്. അതേ സമയം തന്നെയാണ് ബിന്ന് സിയിലേക്ക് എടുത്തിരിക്കുന്നതും. അതായത് എന്ന് ബിയിലേക്കുള്ള ഒരു സ്ഥലം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? 10 മിനിറ്റ് കൊണ്ട് ഒരു v1 സ്പീഡിൽ പോയി. അതേ 10 മിനിറ്റ് കൊണ്ട് അടുത്തൊരു ദൂരം കവർ ചെയ്തിട്ടുണ്ട്. സോ എന്ന് ബിയിലേക്ക് പോകുന്ന സമയവും ബിന്ന് സിയിലേക്ക് പോകുന്ന സമയവും സെയിം ആണ്, പക്ഷേ എന്താണ് സ്പീഡ് എന്താണ് ഡിഫറൻ്റ് ആണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാകുന്ന ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? v1 + v2 ഡിവൈഡ് ബൈ 2 ആണ്. v1 + v2 ഡിവൈഡ് ബൈ 2 ആണ്. v1 + v2 ഡിവൈഡ് ബൈ 2 ആണ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം വെലോസിറ്റി. അതായത് ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ്. വാട്ട് ഇസ് ഡെൽറ്റ എക്സ്? x2 - x1 ആണ്. സാർ ഹൗ ടു ഫൈൻഡ് ഇറ്റ് ഈസ് x2 - x1? അതായത് ഒരു ബോഡി ഇത് ഒറിജിൻ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരാളുടെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യുക വിത്ത് റെസ്പെക്ട് ഒരു റെഫറൻസ് പോയിന്റ് ആണ്. ആ റെഫറൻസ് പോയിന്റ് വിളിക്കുന്നവരാണ് ഒറിജിൻ. അതായത് ഒരാൾ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ പൊസിഷൻ ഇവിടെയാണെന്ന് പറയുന്ന മീനിങ് എന്താ? ഇത് 2 മീറ്റർ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കാൻ വിചാരിക്കുക, എക്സ് ആക്സിലെ ഡിസ്റ്റൻസ് ആ വിചാരിക്കുക. അപ്പോൾ നമുക്കിതിനെ x1 എന്ന് വിളിക്കാം. സോ ഈ പൊസിഷൻ x1 എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള ഇപ്പമുള്ള ദൂരമാണെന്ത്? 2 മീറ്റർ. അപ്പോൾ ഞാൻ പറയുകയാണ് ഇയാൾ ഇവിടെ നിന്ന് നടക്കാൻ തുടങ്ങി, ഇയാൾ നടന്ന് ഇവിടെ എത്തി. ഈ ദൂരം എത്രയാ?
ഈ ദൂരം എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. സോ ഇത് x2 ആണ്. സോ ഒരാൾ ഇവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. സോ x1 2 മീറ്റർ സ്ഥലത്ത് നിന്ന് അയാൾ x2 4 മീറ്ററിലെത്തി. സോ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റും ഈ ഫൈനൽ പോയിന്റ് തമ്മിലുള്ള ദൂരം അല്ലേ? ഈ ഫൈനൽ പോയിന്റ് എത്രയാ? 4 ആണ്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്രയാ? 2 ആണ്. ഈ 4 എന്ന് പറയുമ്പോൾ എന്താ മീനിങ്? ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം 4 ആണ്. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം 2 ആണ്. സോ ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാ? 4 - 2 ദാറ്റ് വിൽ ഗിവ് 2 മീറ്റർ. അപ്പോൾ ഡെൽറ്റ എക്സ് ഇസ് ദ displacement is equal to x2 minus x1. സോ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി സംസാരിക്കാം. വാട്ട് ഈസ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കടന്നു പോകേണ്ട അടുത്ത റിലേഷൻ ഇതാണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി is equal to dx divided by dt. Then what is acceleration? ഒരു ബോഡിയുടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഒരാളുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ബോഡിക്ക് എന്തുണ്ടാവും? വെലോസിറ്റി ഉണ്ടാവും. അയാളുടെ വെലോസിറ്റി ഒരു ഈക്വൽ ഇന്റർവെല്ലിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവും? ആക്സിലറേഷൻ ഉണ്ടാവും. സോ വാട്ട് ഈസ് ആക്സിലറേഷൻ ഹിയർ? അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ്. ആക്സിലറേഷൻ is equal to ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ്. സോ ആക്സിലറേഷൻ is equal to ഇൻ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡി വി ഡിവൈഡ് ബൈ ഡി ടി ആണ്. സോ വെലോസിറ്റി ഡി എക്സ് ബൈ ഡി ടി ആണ്, ആക്സിലറേഷൻ ഡി വി ബൈ ഡി ടി ആണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് ഫോമിൽ പറയാം. എങ്ങനെ പറയാം? d square x by dt square. These are the three relations. ഇതിൽ ഏതെങ്കിലും റിലേഷൻ വെച്ചുള്ള ചോദ്യങ്ങൾ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. സോ വെലോസിറ്റി ഡി എക്സ് ബൈ ഡി ടി ആണ്. ഡിസ്പ്ലേസ്മെന്റ് സമയത്തിനനുസരിച്ച് മാറുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ വെലോസിറ്റി ആണ് എന്ത് ചെയ്യുക? അതിനൊരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വെലോസിറ്റി സമയത്തിനനുസരിച്ച് മാറുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് അതിന്റെ ആക്സിലറേഷൻ കിട്ടാൻ എന്ത് ചെയ്യുക? ഏത് സമയത്ത് ഉണ്ടാവുന്ന ആക്സിലറേഷൻ ആണോ അത് കിട്ടാൻ എന്ത് ചെയ്യുക? അതിനൊരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ സാർ എന്താ മീനിങ്? എടാ വെലോസിറ്റി is equal to 2t square plus 2t square ആണ് എൻ്റെ ചോദ്യം. വാട്ട് ഈസ് ടൈം? 2 സെക്കൻഡ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന വെലോസിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? വെലോസിറ്റി is equal to വെലോസിറ്റി ആയിപ്പോയി, ആക്സിലറേഷൻ ആണ് ചോദിക്കുന്നത് വിചാരിക്കുക. 2 സെക്കൻഡ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ is equal to ഇതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2t സ്ക്വയറിന് ഒരു പ്രാവശ്യം ഡിഫറൻസ് ചെയ്താൽ യു വിൽ ഗെറ്റ് 4t. അപ്പോൾ ടിക്ക് 2 കൊടുത്താൽ 4 × 2 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഈസ് റൈറ്റ് ആൻസർ. സോ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക, വെലോസിറ്റിയെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ആക്സിലറേഷൻ എന്നുള്ളൊരു കാര്യം നിങ്ങളെ മനസ്സിലുണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഇനി നോർമലി നമുക്ക് ഇത് 3 കേസുകളുമാണ് ചോദിക്കുക. ആക്സിലറേഷൻ is equal to d square x divided by dt square. നോർമലി നിങ്ങൾക്ക് ചോദിക്കാൻ ആൻസറിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, വെലോസിറ്റി സമയത്തിനനുസരിച്ച് മാറുന്നൊരു ഫംഗ്ഷൻ അല്ല. വെലോസിറ്റി എന്ത് വരും? വെലോസിറ്റി എന്ന് പറയുന്നത് പൊസിഷൻ അനുസരിച്ച് ഒരു മാറുന്ന ഒരാളെ പറയാം. വെലോസിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ് ഇന്ന പൊസിഷൻ. അതായത് ഇയാൾ ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി അല്ല ഇയാൾ ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ ഡിസ്റ്റൻസ് അതല്ലെങ്കിൽ പൊസിഷൻ അനുസരിച്ച് ഇയാളുടെ വെലോസിറ്റി മാറുകയാണെങ്കിൽ നമ്മൾ അയാളുടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നുണ്ട്, v × dv by dx. ഇത് ഈ ലാസ്റ്റ് ഇയർ നീറ്റ് എക്സാമിന് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വന്നത്. വെലോസിറ്റി ഈസ് ഗിവൺ ദാറ്റ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ ആക്സിലറേഷൻ is equal to v × dv by dx 2025. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പറയുന്ന ഓരോ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് സ്ട്രോങ് ആക്കിയിരിക്കണം. സോ ആക്സിലറേഷൻ is equal to v × dv divided by dx ആണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന ഈ റിലേഷൻസ് നേരെ തിരിച്ച് യൂസ് ചെയ്യും. എങ്ങനെ? വെലോസിറ്റി is equal to dx by dt ആണ്. അതായത് ഡിസ്പ്ലേസ്മെന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടുമെങ്കിൽ നേരെ തിരിച്ച് വെലോസിറ്റിയെ തിരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഡിസ്പ്ലേസ്മെന്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഡി വി ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി അല്ലേ? സോ വി ഡി ടി. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഡിസ്പ്ലേസ്മെന്റിനെ ഒരു പ്രാവശ്യം ഡിഫറൻസ് ചെയ്താൽ നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടുമെങ്കിൽ നേരെ തിരിച്ച് വെലോസിറ്റിയെ നിങ്ങൾ ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഡിസ്പ്ലേസ്മെന്റ്. അതേപോലെ തന്നെ വെലോസിറ്റി is equal to ആക്സിലറേഷൻ is equal to dv by dx അല്ലേ? dv by dt അല്ലേ? സോ നിങ്ങൾക്ക് വെലോസിറ്റി എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ a dt. അതായത് വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ആക്സിലറേഷൻ, നേരെ തിരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് വെലോസിറ്റി എന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം നമ്മൾ നേരെ കടക്കുന്നത് എങ്ങോട്ടേക്കാണ് മക്കളെ? കൈനമാറ്റിക് ഇക്വേഷൻസിലേക്കാണ് നേരെ കടക്കുന്നത്. കൈനമാറ്റിക് ഇക്വേഷൻസ് ആണ്. എന്താണ് കൈനമാറ്റിക് ഇക്വേഷൻസ്? നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു ബോഡി കോൺസ്റ്റന്റ് ആക്സിലറേഷനാണ് മൂവ് ചെയ്യുന്നത്. വടിയും കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഈക്വൽ വെലോസിറ്റി ചേഞ്ച് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. അതായത് ഒരു ബോഡി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ആദ്യമുള്ള സ്പീഡ് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്, പിന്നെ 4 ആയി, പിന്നെ 6 ആയി, പിന്നെ 8 ആയി, പിന്നെ 10 ആയി. എല്ലാം ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. അത് ഈക്വൽ വെലോസിറ്റി ചേഞ്ച് ആണ് ഒരു ബോഡിക്ക് സംഭവിക്കുന്നത് ഈക്വൽ ടൈം ഇന്റർവെല്ലെങ്കിൽ. അതിനെ വിളിക്കുന്നവരാണ് എന്ത്? കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. അപ്പോൾ ഒരു ബോഡി കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണെങ്കിൽ ആ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി ഒക്കെ അറിയാമെങ്കിൽ ആ ബോഡിയുടെ ആക്സിലറേഷനോ അല്ലെങ്കിൽ ടൈമോ ഡിസ്റ്റൻസോ ട്രാവൽ ചെയ്യുന്ന ദൂരമോ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 4 ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. v square is equal to u square plus 2s. അതേപോലെ nth സെക്കൻഡിലെ വെലോസിറ്റി is equal to u plus a by 2 into 2n minus 1. So final velocity is equal to u plus at. S is equal to ut plus half a t square. V square is equal to u square plus 2s. അതേപോലെ nth സെക്കൻഡിലെ വെലോസിറ്റി is equal to nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് is equal to u plus a by 2 into 2n minus 1. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, സാർ ഇത് രണ്ടും ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, എന്താ ഇതിന്റെ വ്യത്യാസം? ഓർമ്മയുണ്ടോ?
ഒരു ബോഡി ഇതാ ഞാൻ പറയുന്നു, ഒരു ബോഡി ഇതാ 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് 4 സെക്കൻഡ് വിചാരിക്കാം. അപ്പോൾ ഒരു ബോഡി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ ബോഡി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 സെക്കൻഡ് ട്രാവൽ ചെയ്ത ദൂരം ഇതാണെന്ന് വിചാരിക്കാം. 4 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരം ഫ്രം ഹിയർ, 4 സെക്കൻഡ് ട്രാവൽ ചെയ്ത ദൂരം ഇതാണെന്ന് വിചാരിക്കാം. ഇയാൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 സെക്കൻഡ് ട്രാവൽ ചെയ്തപ്പോൾ ഇയാൾ ഇതാ ഇവിടെ എത്തി. അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ ഇക്വേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുക? 4 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത മൊത്തം ദൂരമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഫ്രം ഹിയർ ടു ഹിയർ. ഈ മൊത്തം ദൂരമാണ് ചോദിക്കുന്നതെങ്കിൽ UT + ½ AT² യൂസ് ചെയ്യുക. എന്താണ് UT + ½ AT² യൂസ് ചെയ്യുക. എന്നാൽ 4ാമത്തെ സെക്കൻഡിൽ മാത്രം ട്രാവൽ ചെയ്ത ദൂരമാണെങ്കിലോ, 4ാമത്തെ സെക്കൻഡിൽ മാത്രം ട്രാവൽ ചെയ്ത ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ദൂരമല്ലേ, 3 സെക്കൻഡും 4 സെക്കൻഡും ഇടയിലുള്ള ഈ ദൂരം, ഇതാണ് SN. അപ്പോൾ S4 എന്ന് പറഞ്ഞാൽ എന്താ? 3-നും 4-നും ഇടയിലാണ്. അപ്പോൾ S3 എന്ന് പറഞ്ഞാലോ 2-നും 3-നും ഇടയിലാണ്. S2 എന്ന് പറഞ്ഞാലോ 1 സെക്കൻഡിനും 2 സെക്കൻഡിനും ഇടയിലാണ്. സോ SNനും എസിൻ്റെയും ഇക്വേഷൻ നമ്മളുടെ വ്യത്യാസം വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്നുള്ള ഡാറ്റ ഞാൻ പറയുന്നു. കിട്ടിയല്ലോ? അപ്പോൾ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ റിലേഷൻസ് യൂസ് ചെയ്യുക. അതേപോലെ നമ്മൾ പഠിക്കുന്ന അടുത്ത ഒരു കാര്യമാണ് ഗലീലിയോസ് ലോ, അല്ലേ? ഗലീലിയോസ് ലോ. എന്താണ് ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പർ? ഓഡ് നമ്പറിൻ്റെ ഐഡിയ എന്തായിരുന്നു? ഒരു ബോഡി ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ഒരു ബോഡി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. ഈ ബോഡി കോൺസ്റ്റന്റ് ആക്സിലറേഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ T സമയത്ത് കവർ ചെയ്യുന്ന ദൂരം S ആണെങ്കിൽ അടുത്ത T സമയം കൊണ്ട് കവർ ചെയ്യുന്നത് അതിൻ്റെ 3 ടൈംസ് ആയിരിക്കും. അടുത്ത T സമയം കൊണ്ട് കവർ ചെയ്യുന്ന ദൂരം അതിൻ്റെ 5 ടൈംസ് ആയിരിക്കും. അതായത് ഒരു ബോഡി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് ആക്സിലറേഷനിലാണെങ്കിൽ ആ ബോഡി ആദ്യത്തെ T സമയം കൊണ്ട് ഈക്വൽ ടൈമിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 10 സെക്കൻഡ്, ഫോർ എക്സാമ്പിൾ ഒരു 10 സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ 10 സെക്കൻഡിൽ പോയ ദൂരം 10 മീറ്റർ ആണ്. അടുത്ത 10 സെക്കൻഡ് ദൂരം അതിൻ്റെ 3 മടങ്ങാണ്, 30 മീറ്റർ ആയിരിക്കും. അടുത്ത 10 സെക്കൻഡിൽ പോകുക അതിൻ്റെ 5 മടങ്ങായിരിക്കും, 50 മീറ്റർ ആയിരിക്കും. സോ ഓഡ് നമ്പർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പർ എന്താ? ഈക്വൽ ടൈം ഇൻ്റർവെൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ നോക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 1:3:5:7 എന്നുള്ള ഓർഡറിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ഗ്രാഫുകളാണ്. ഏതൊക്കെയാ? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമിൻ്റെ 3 ഗ്രാഫുകൾ ആദ്യം നോക്കാം. ഏതൊക്കെയാ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫുകൾ? കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം പോസിറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ ഇതാണ് പോസിറ്റീവ് ആക്സിലറേഷൻ. ദിസ് ഇസ് ദ ഗ്രാഫ് ഫോർ പോസിറ്റീവ് ആക്സിലറേഷൻ. ഡൗൺവേർഡ് ഗ്രാഫ് ആണ് എന്ത് വരിക? നെഗറ്റീവ് ആക്സിലറേഷൻ. അതായത് അപ്വേർഡ് പരാബോൾ എന്താണ്? പോസിറ്റീവ് ആക്സിലറേഷനും ഡൗൺവേർഡ് പരാബോൾ എന്താണ്? നെഗറ്റീവ് ആക്സിലറേഷനുമാണ്. സോ അത് ആദ്യം നിങ്ങളെ മനസ്സിലുണ്ടാവണേ. ദിസ് ഈസ് പോസിറ്റീവ് ആക്സിലറേഷൻ, ഇത് നെഗറ്റീവ് ആക്സിലറേഷൻ. ഇനി ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ ഗ്രാഫ് എന്താ വരിക? ആക്സിലറേഷൻ 0 ആണെങ്കിൽ, നോട്ട് കോൺസ്റ്റന്റ്, ആക്സിലറേഷൻ 0 ആണെങ്കിൽ ഇതൊക്കെ കോൺസ്റ്റന്റ്. ഇത് കോൺസ്റ്റന്റ് പോസിറ്റീവ് ആക്സിലറേഷൻ, ഇത് കോൺസ്റ്റന്റ് നെഗറ്റീവ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ 0 ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. അതേപോലെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി VT ഗ്രാഫ് നിങ്ങൾ ആലോചിക്കണം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള VT ഗ്രാഫ് എന്ന് പറയുന്ന സമയത്ത് മനസ്സിലേക്ക് വരണം, VT ഗ്രാഫ് എന്താ? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ വേണം ചേട്ടാ, ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, പോസിറ്റീവ് സ്ലോപ്പുള്ള ഗ്രാഫ്. അതേപോലെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള VT ഗ്രാഫ് എന്തായിരിക്കും? നെഗറ്റീവ് സ്ലോപ്പുള്ള ഗ്രാഫ് ആയിരിക്കും. അതേപോലെ ഈ ആക്സിലറേഷൻ 0 വരണമെങ്കിൽ എന്തായിരിക്കണം? വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കണം. സോ വെലോസിറ്റി കോൺസ്റ്റന്റ് ഗ്രാഫ്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയുള്ള ഗ്രാഫ്, ഇത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, അതിന് കറസ്പോണ്ടിങ് ആയുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതിന് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, അതിന് കറസ്പോണ്ടിങ് ആയുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ടൈം ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് എന്തെങ്കിലും താഴെ കൊടുത്തിരിക്കുന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. സോ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും ഈ കമ്പാരിസൺ നിങ്ങളെ മനസ്സിൽ വേണം. അതേപോലെ തന്നെ നിങ്ങൾ പോകേണ്ട അടുത്തൊരു പോയിന്റ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു പോയിന്റ്, അതായത് നമ്മളിപ്പം 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സ്ലോപ്പ് ഓഫ് XT ഗ്രാഫ്, സ്ലോപ്പ് ഓഫ് VT ഗ്രാഫ്, ഏരിയ അണ്ടർ VT ഗ്രാഫ്. ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? സ്ലോപ്പ് ഓഫ് XT ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. സ്ലോപ്പ് ഓഫ് XT ഗ്രാഫ്, സ്ലോപ്പ് ഓഫ് VT ഗ്രാഫ്, ഏരിയ അണ്ടർ VT ഗ്രാഫ്. ഈ 3 കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ വേണം. എന്താണ് സ്ലോപ്പ് ഓഫ് XT ഗ്രാഫ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ടാൻ തീറ്റ? സ്ലോപ്പ് ഓഫ് XT ഗ്രാഫ് ഗീവ് വെലോസിറ്റി, സ്ലോപ്പ് ഓഫ് VT ഗ്രാഫ് വിൽ ഗീവ് ആക്സിലറേഷൻ. അതേപോലെ ഏരിയ അണ്ടർ VT ഗ്രാഫ് വിൽ ഗീവ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് XT ഗ്രാഫ് വെലോസിറ്റി ആണ്, സ്ലോപ്പ് ഓഫ് VT ഗ്രാഫ് ആക്സിലറേഷൻ ആണ്, ഏരിയ അണ്ടർ VT ഗ്രാഫ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള കാര്യം നിങ്ങളെ മനസ്സിൽ വേണം. അതിനുശേഷം നമ്മൾ നേരെ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ പഠിക്കുന്ന റിലേറ്റീവ് വെലോസിറ്റി ഐഡിയ നിങ്ങൾ, അതേപോലെ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയുടെ ഇക്വേഷൻസ്. മോഷൻ അണ്ടർ ഗ്രാവിറ്റി നമ്മൾ പറയുന്ന 2 കേസുകളാണ്, അപ്വേർഡ് മോഷനും അതേപോലെ ഡൗൺവേർഡ് മോഷനും. അത് നമ്മൾ സൈൻ കൊടുത്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ അങ്ങനെ തന്നെയാണ് കേട്ടോ, അപ്വേർഡ് മോഷനും അതേപോലെ തന്നെ ഡൗൺവേർഡ് മോഷനും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ,
വളരെ സിമ്പിളാണ്. എന്താണ് അപ്വേർഡ് മോഷൻ ഇക്വേഷൻസ്? അപ്വേർഡ് മോഷൻ ആവുന്ന സമയത്ത് വി ഈസ് ഈക്വൽ ടു യു മൈനസ് ജി ടി, എച്ച് ഇസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ, അതേപോലെ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gh ആണ്. ഈ 3 ഇക്വേഷൻസിലൊക്കെ എല്ലാത്തിലും സൈൻ എന്താണ്? നെഗറ്റീവ് അല്ലേ? എന്നാൽ ഡൗൺവേർഡ് മോഷൻ ആവുന്ന സമയത്ത് സൈൻ മൊത്തം എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. സൈൻ മൊത്തം എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഒരു ബോഡി അപ്വേർഡ് മോഷൻ, അതായത് മോഷൻ്റെ ഗ്രാവിറ്റി ആണ്, ഒരു ബോഡി അപ്വേർഡ് മോഷൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ് ഇതാണ്. ഡൗൺവേർഡ് മോഷൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഒക്കെ പ്ലസ് വരുന്നതാണ്. അതേപോലെ ഇവിടെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് റിലേറ്റീവ് വെലോസിറ്റി ആണ്. ഒരു 1 ഡയമെൻഷൻ മോഷൻ ആവുന്ന സമയത്ത് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി ആണ്. രണ്ടും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്താണ്? വി എ മൈനസ് വി ബി ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ, അതായത് ഒരു ബോഡി ഇവിടെ അങ്ങോട്ട് പോകുന്നു വിത്ത് വെലോസിറ്റി വി എ, മറ്റേ ബോഡി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു വിത്ത് വെലോസിറ്റി വി ബി. സോ ബിക്ക് എ വരുന്ന സ്പീഡ് എന്തായിട്ടാണ് ഫീൽ ചെയ്യുക? വളരെ ഇയാൾ അങ്ങോട്ട് പോകുന്നു, മറ്റോന് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ മറ്റോടെ ഇയാൾ നോക്കുന്ന സമയത്ത് അയാൾ ഭയങ്കര ഫാസ്റ്റിൽ നമുക്ക് നേരെ വരുന്ന പോലെ ആയിരിക്കും ഫീൽ ചെയ്യുക. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവുന്ന സമയത്ത് റിലേറ്റീവ് വെലോസിറ്റി വി എ ബി എന്താ വരിക? വി എ പ്ലസ് വി ബി. സോ സെയിം ഡയറക്ഷൻ ആവുന്ന സമയത്ത് നമുക്ക് വി എ മൈനസ് വി ബി ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവുന്ന സമയത്ത് വി എ പ്ലസ് വി ബി. സോ ക്വിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ചാപ്റ്ററിൽ എല്ലാ ഇക്വേഷൻസ് കാര്യങ്ങളും നിങ്ങളൊന്ന് വേഗം പറഞ്ഞു തരികയാണ്. സോ ഇതിലുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.